ഹലോ വെൽക്കം ടു ചിത്ത വീട്ടിലായസ്. എല്ലാവർക്കും ഉത്രാടദിന ആശംസകൾ. അപ്പോൾ എല്ലാവരും ഇഞ്ചിക്കറി വെച്ചോ. ഇഞ്ചിക്കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെയാണ് വെക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ നല്ലതുപോലെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഒരിക്കലും ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരേ അളവിലായിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഞ്ചിക്കറി എത്രയാണോ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് എടുക്കാം. അത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ഈ ഒരു റേഞ്ചിലാണ് അത് മൂപ്പിച്ചെടുക്കേണ്ടത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദൊക്കെ അങ്ങ് പോയി പോകും. അതുകൊണ്ട് ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ സെപ്പറേറ്റ് ആണ് വറുത്ത് കോരി എടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് വെള്ളം തൊടാതെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ളത് പുളിയാണ്. ഈ ഒരു പുളിയിലേക്ക് നമ്മൾ ചൂടുവെള്ളം വേണം ഒഴിക്കാൻ. ഒഴിച്ചു വെച്ചതിന് ശേഷം ആ ഒരു പാത്രം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അത് നന്നായിട്ടൊന്ന് സെറ്റായിക്കോട്ടെ. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ പുളിയൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഏകദേശം നമ്മൾ വെള്ളം തൊടാതെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എന്നിവ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതിനുശേഷം നമുക്ക് വേണ്ടത് പച്ചമുളകും കറിവേപ്പിലയുമാണ്. അതും ഇതുപോലെ തന്നെ എണ്ണയിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു തുള്ളി ജലാംശം പോലും ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസിലും കാണാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധയോടെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിക്കറി ഒരാഴ്ചയോളം കേടുകൂടാതിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് മുകളിൽ വരെ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ കറിവേപ്പില മൂപ്പിക്കുന്നതിനൊപ്പം കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ മൂപ്പിച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ചെയ്യുന്നത്. കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, കൊച്ചുള്ളി, വെളുത്തുള്ളി എന്നിവ കൂടി ഇവിടെ ചേർക്കും. അതുപോലെ തന്നെ കുറച്ച് ഉലുവ, അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 101 കറിക്ക് തുല്യമായിട്ടുള്ള ഈ ഒരു ഇഞ്ചിക്കറി ഇല്ലാതെ ഒരു സദ്യയും പൂർണ്ണമാവാറില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടി ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒട്ടും മധുരം ചേർക്കാതെയാണ് നമ്മളിവിടെ ഇഞ്ചിക്കറി വെക്കാറ്. ഇപ്രാവശ്യം നിങ്ങൾ ഇഞ്ചിക്കറി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണം. പിന്നീട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കുള്ളൂ. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ കേടുകൂടാതെ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്